അത് പെരുമാറ്റത്തിൻ്റെ ലോജിക്കോ റാഷണലോ അറിയില്ല. വളരെ വികസിത് ഭാരത് ജി റാംജി എന്ന് കൗതുകമുള്ളൊരു പേരാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികം ഞാൻ സെർച്ച് ചെയ്യുകയും മറ്റും ഉണ്ടായി ഔദ്യോഗിക പ്രതികരണങ്ങൾ ഈ വിഷയത്തിലേക്ക് കുറിച്ച് വന്നതായി അധികം കണ്ടില്ല. അല്ലെങ്കിൽ പ്രോമിനൻ്റായ നേതാക്കൾ പ്രതിപക്ഷ പാർട്ടികളും ലെഫ്റ്റ് പാർട്ടികളും ഒക്കെ ശക്തമായ അതിൻ്റെ വിയോജിപ്പ് കണ്ടു. റൈറ്റ് വിങ് വെബ്സൈറ്റ്സ് ആയ ഓപ്പ് ഇന്ത്യ അടക്കമുള്ളതിൽ വളരെ ഫീബിളായൊരു ഡിഫൻസാണ് ഇത്തരം കാര്യങ്ങൾക്ക് വെക്കുന്നത്. ആ പേരിലേക്ക് ശ്രദ്ധിക്കേണ്ട. അതുകൊണ്ട് പൊതുവേ റൈറ്റ് വിങ്ങിൽ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് ഇതിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി എന്തെങ്കിലും ഒരു റെസ്പോൺസ് ഉണ്ടാവുമായിരിക്കാം. പക്ഷേ മൻരേഗ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു കാര്യമാണ്. മഹാത്മാഗാന്ധിയെ കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദിജി എന്നാണ് അദ്ദേഹം ഇതുവരെ പറയുന്നത്. അപ്പം അതിനെ ഉയർത്തിപ്പിടിക്കുകയും പ്രതിഷേധങ്ങളും മഹാത്മാഗാന്ധിയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് മോദി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ചേരുന്ന പണിയല്ല ഈ പണിയെന്ന് രാഹുലിന് തോന്നുന്നുണ്ടോ? ആ പേര് എനിക്ക് തോന്നുന്നത്, അതായത് എൻ്റെ വളരെ വിനീതമായ അഭിപ്രായം ഇന്ത്യ മഹാരാജ്യത്ത് കൂടുതൽ ഗാന്ധിജിയുടെ പേര് വേണമെന്നുള്ളതാണ്. പലപ്പോഴും നെയിമിങ്ങിൻ്റെ അല്ലെങ്കിൽ നോമൻക്ലേച്ചറിൻ്റെ ഒരു രീതി തന്നെ പലരെയും കൂടി ഉൾപ്പെടുത്തണമെങ്കിൽ ഗാന്ധിയും മറ്റൊരാളും കൂടി ഉൾപ്പെടുത്തി രണ്ടുപേരുടെ ഒരു ബൈനറി നെയിമായിട്ട് എടുക്കുന്നതിൽ പോലും തെറ്റില്ല. അങ്ങനെ ആകുമ്പം എല്ലാവർക്കും പൊതുവേ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ 50 വർഷങ്ങളിൽ കോൺഗ്രസും ലെഫ്റ്റ് ലിബറൽ സ്പേസിൽ നിൽക്കുന്നവർക്കുമാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഇതൊരു സത്യമാണ്. ഈ സത്യം നമ്മൾ അവഗണിക്കരുത്. ഈ സത്യത്തെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാവൂ. ഉദാഹരണം ഇന്ത്യ എന്നുള്ള രാഷ്ട്രം ഉണ്ടാക്കാൻ, ഇന്ത്യ എന്ന രാഷ്ട്രം ചോദിച്ചു വാങ്ങിക്കാനും അത് ഉണ്ടാക്കാനും വേണ്ടി പണിയെടുത്ത ആളുകൾക്ക് പ്രോമിനൻസ് കിട്ടുമല്ലോ. അതിപ്പോൾ നമ്മൾ അതിനകത്ത് വലിയ അസ്വസ്ഥത ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നോക്കൂ, RSSനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനം ഗാന്ധിയുടെ പേരും സ്മൃതിയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘം എന്നതാണ്. ഇന്നിപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത് അവരാണല്ലോ. അവർ ഗാന്ധിയുടെ പേര് വെട്ടുന്നതിനെ നമ്മൾ നിഷ്കളങ്കമായിട്ട് കണ്ടാൽ മതി. ഏതോ ഉദ്യോഗസ്ഥന്മാരെ പേര് മാറ്റിയതായിരിക്കുമെന്ന്. അവർ പർപ്പസ്ഫുള്ളി ആ പേര് ഇന്ത്യയുടെ പുതിയ തലമുറയുടെ സ്മൃതികളിൽ നിന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ലേ? അങ്ങനെയല്ല. ഞാൻ കൃത്യമായിട്ട് RSSനെ പഠിക്കുന്നൊരു വ്യക്തിയാണ്, RSകാരനല്ല. പക്ഷേ RSSന്റെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ഗുരുജി ഗോൾവൽക്കർ അടക്കം മഹാത്മാഗാന്ധിയോടുള്ള ആദരവ് പലതവണ പ്രകാശിപ്പിക്കുകയും ഇവർക്കൊരു ഏകാത്മകതാ സ്തോത്രമുണ്ട്. അതായത് RSSന്റെ പ്രാതസ്മരണ എന്നൊക്കെ പറയുന്ന മോർണിംഗ് പ്രയർ എന്നൊക്കെ പറയാൻ കഴിയുന്ന കാര്യം, അതിൽ പോലും മഹാത്മാഗാന്ധിയുടെ പേരുണ്ട്. ഈ നമ്മുടെ സവർക്കർ അടക്കമുള്ള ഈ ഹിന്ദു മഹാസഭയിലുള്ള ഹിന്ദുത്വവാദികളാണ് പ്രധാനമായിട്ട് മഹാത്മാഗാന്ധിയെ എതിർത്തിരുന്നത്. എന്തിന് RSSന്റെ ഗുരുജി ഗോൾവൽക്കറിന്റെ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെ വിമർശിച്ചു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ചില ആൾക്കാരോട് സംഘത്തിൻ്റെ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വരെ പറയുന്നുണ്ട്. പക്ഷേ ഹിന്ദു റൈറ്റ് വിങ്ങിനോട് മഹാത്മാഗാന്ധി എന്നും ഒരു പോസിറ്റീവ് അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത്. വേണ്ട രീതിയിൽ തിരിച്ചു കിട്ടിയോ മറ്റൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഗുരുജി ഗോൾവൽക്കറിനോട് മഹാത്മാഗാന്ധി അങ്ങോട്ടും കൂടി ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സംഘപ്രവർത്തകരെ കാണണം. എന്നിട്ട് അവരോട് എന്ന് പറയുന്നത് നിങ്ങളുടെ ജാതീയത ഇല്ലായ്മ നല്ലതാണ്. ഇന്നും മഹാത്മാഗാന്ധിയെ അധിക്ഷേപിക്കുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് ആരാണ് എന്ന് നമുക്ക് ഇന്നും ഇപ്പൊ ഈ മണിക്കൂറിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പോയി ഗാന്ധി ഒരു കുഴപ്പക്കാരനായിരുന്നു, ഗാന്ധി ഇന്ത്യക്കെതിരായിരുന്നു, ഗാന്ധിക്ക് പകരം ഗാന്ധിയെ കൊള്ളണമായിരുന്നു, നെഹ്റുവിനെ കൊള്ളണമായിരുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്? ഈ ഗോൾവൽക്കറിന്റെ പ്രത്യയ ശാസ്ത്രക്കാരും മാത്രമേ പറയുന്നുള്ളൂ. അവർക്ക് മാത്രമേ ഉള്ളൂ ഗാന്ധിയോട് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഇപ്പോ ഗാന്ധിയെ ഗോൾവൽക്കറിന് ഇഷ്ടമായിരുന്നു, ഹെഡ്ഗേവാറിന് ഇഷ്ടമായിരുന്നു എന്നൊക്കെ വിശദീകരിച്ച് താങ്കളുടെ പോയിന്റ് പറഞ്ഞോളൂ. ഞാൻ അത് ജനാധിപത്യപരമായി കുറച്ച് സമയം കേട്ടിരിക്കും. അതിനപ്പുറം ഞാൻ പറഞ്ഞപ്പോ അല്ലല്ല, ഒന്നാമത്തെ കാര്യം, ഗാന്ധിയുടെ പേര് ഈ വലിയ പദ്ധതിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞതിനെ കുറിച്ച് താങ്കൾ 2 വരിയിൽ പറഞ്ഞ അപ്പുറം പോയിട്ട് ഗാന്ധിയോട് RSSന് സ്നേഹമായിരുന്നു എന്ന വാചകം നീട്ടി പറയുകയാണ്. അതിൽ തന്നെ ഒരു അർത്ഥരഹിതമായ വൈരുദ്ധ്യമുണ്ട്. ദയവായി കേൾക്കണം, എന്നാലേ ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഐഡിയോളജിക്കൽ ക്ലാഷ് ആണുള്ളത്. അതായത് മഹാത്മാഗാന്ധിയുടെ ആഹ്വാനത്തിൽ പ്രഭാവിതനായിട്ടാണ് കേശവ് ബൽറാം ഹെഡ്ഗേവാർ ഈ 1921 പരിപാടിയിൽ പങ്കെടുക്കുന്നതും സമരത്തിൽ പങ്കെടുക്കുന്നതും 1 വർഷം ജയിലിൽ പോകുന്നത്. 1 വർഷം ജയിലിൽ പോയിട്ട് ഹെഡ്ഗേവാർ ആൾക്കാരോട് പറഞ്ഞ എന്താണ്? മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു ഇക്വേഷൻ. 1 വർഷം ജയിലിൽ പോയിട്ട് ഹെഡ്ഗേവാർ പറഞ്ഞ എന്താണ്? 1 വർഷം ഹെഡ്ഗേവാർ ജയിലിൽ പോയി തന്നെ അതിനകത്ത് കിടക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കാനാണ്. എന്തിന് ഹിന്ദുത്വ ദേശീയതയുടെ കൂടെ നിൽക്കണം, ഈ ഏർപ്പാടിന്റെ കൂടെ നേരം കളയരുതെന്നുള്ള ചരിത്ര രചനകൾ വേറെ ഉണ്ട്. അല്ല, അന്ന് RSS തുടങ്ങുന്നില്ല. അതൊരു ഹിന്ദു റൈറ്റ് വിങ് സ്പെക്ട്രമാണ്. ആ സ്പെക്ട്രത്തെ ചേർത്ത് നിർത്താനാണ് മഹാത്മാഗാന്ധി നോക്കിയിട്ടുള്ളത്.